ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കതൊരു പുതിയൊരു അവസരം വന്നിട്ടുണ്ട്. സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ യുനാനി മെഡിസിനിലേക്കാണ് പുതിയൊരു വേക്കൻസി വന്നിട്ടുള്ളത്. ഇതിൽ മിനിമം 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മറ്റ് വിവരങ്ങളും എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, ഇതിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് ജൂലൈ 31-ാം തീയതിയാണ്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നോക്കാം. റിസർച്ച് ഓഫീസർ യുനാനി 16 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സാലറി പേ ലെവൽ 10 ആണ്. 56,100 മുതൽ 1,75,500 വരെ സാലറി. മറ്റ് DA എല്ലാം ലഭിക്കുന്നതാണ്. SC 8 വേക്കൻസി, ST 8 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 40 വയസ്സിന് താഴെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി MD ഓർ MS ഇൻ യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ ഫ്രം എനി യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ NCISM. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് വന്നിട്ടുള്ളത് റിസർച്ച് ഓഫീസർ തന്നെയാണ്. അടുത്ത നമ്മൾ നോക്കാം. റിസർച്ച് ഓഫീസർ പാത്തോളജിയാണ്. 2 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പേ ലെവൽ 10 തന്നെയാണ്. 40 വയസ്സിന് താഴെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MD ഇൻ പാത്തോളജി ഫ്രം എനി MCI റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. എൻറോൾമെൻറ്റ് ഓൺ ദ സെൻട്രൽ രജിസ്റ്റർ ഓർ MCI or State Register of Medical Council. ഓക്കെ, അപ്പോൾ ഈ യോഗ്യത ഉള്ളവർ ഇതിലേക്ക് അപേക്ഷിക്കാം. അടുത്ത വന്നിട്ടുള്ളത് റിസർച്ച് ഓഫീസർ ഫിസിയോളജിയാണ്. 1 വേക്കൻസിയാണ്. പേ ലെവൽ 10 തന്നെയാണ് പറയുന്നത്. 40 വയസ്സിന് താഴെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മോളിക്കുലർ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ഹ്യൂമൻ ജനറ്റിക് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഏത് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അടുത്ത ഗ്രൂപ്പ് B പോസ്റ്റാണ്. അസിസ്റ്റൻറ്റ് റിസർച്ച് ഓഫീസർ ഇന്ന് ഫാർമക്കോളജിയാണ്. 1 വേക്കൻസിയാണ്. പേ ലെവൽ 7 ആണ്. 44,900 മുതൽ 1,42,400 രൂപ വരെ സാലറി. 30 വയസ്സുള്ളവർക്ക് വരെ ഇതിലേക്ക് അപേക്ഷിക്കാം. MSc ഇൻ ഫാർമക്കോളജി ഓർ MVAC ഡിഗ്രി ഇൻ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, aptitude for in റിസർച്ച് ഇൻ ദ ലൈൻ. ഓക്കെ, അതുപോലെ തന്നെ ഉറുദു, അറബിക്, പേർഷ്യൻ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അടുത്തത് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാൻ പോകുന്നത് ഈ യോഗ്യത ഉള്ളവർ ഇതിലേക്ക് അപേക്ഷിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത് അസിസ്റ്റൻറ്റ് റിസർച്ച് ഓഫീസർ ഇൻ ഫാർമക്കോഗ്നസിയാണ്. ബോട്ടണി. ഇതിലേക്ക് പേ ലെവൽ 7 തന്നെയാണ്. 2 വേക്കൻസി. UR 1, SC 1. അപ് ടു 35 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ദ കൺസേർഡ് ഡിസിപ്ലിൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, 3 ഇയർ റിസർച്ച് ടീച്ചിങ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, അല്ലെങ്കിൽ PhD ഇൻ ദ കൺസേർഡ് ഡിസിപ്ലിൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഉറുദു, അറബിക്, പേർഷ്യ അറിഞ്ഞിരിക്കുക. അടുത്ത സ്റ്റാഫ് നേഴ്സാണ്. പേ ലെവൽ 7 തന്നെയാണ്. 7 വേക്കൻസിയാണ്. SC 2, ST 1, OBC 3, EWC 1. ഓക്കെ, 35 വയസ്സിന് താഴെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. BSc ഇൻ നഴ്സിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ റെഗുലർ കോഴ്സ് ഇൻ BSc നഴ്സിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ നഴ്സിംഗിലേക്ക് ഒരുപാട് ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വിശദ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് യോജിച്ച ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്
പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, നഴ്സിംഗിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കിട്ടാൻ ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ് ഓഫീസറാണ്, പേ ലെവൽ 7 തന്നെയാണ്, ഒരു വേക്കൻസിയാണ്. 30 വയസ്സിന് താഴെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഗവൺമെൻറ് സർവീസിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏജ് റിലാക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. 30 വയസ്സ് വരെയുള്ളവർക്കല്ല, ഏജ് റിലാക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. റിസർച്ച് അസിസ്റ്റൻറ്റ് കെമിസ്ട്രി ആണ്, 2 വേക്കൻസിയാണ്. UR 1 ST 1. ഓക്കെ, പേ ലെവൽ 6 ആണ് വരുന്നത്. 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെ സാലറി വരുന്നത്. 30 വയസ്സിന് താഴെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കൺസേർഡ് ഡിസിപ്ലിൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്റ്റിറ്റ്യൂഡ് ഫോർ റിസർച്ച്. അടുത്തത് റിസർച്ച് അസിസ്റ്റൻ്റ് ആണ്, ബോട്ടണി, പേ ലെവൽ 6 ആണ്. 3 വേക്കൻസിയാണ്. UR 2 OBC 1. 30 വയസ്സുള്ളവർക്ക് വരെ ഇതിലേക്ക് അപേക്ഷിക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ദ കൺസേർഡ് ഡിസിപ്ലിൻ. ഓക്കെ, അതുപോലെ തന്നെ അപ്റ്റിറ്റ്യൂഡ് ഫോർ റിസർച്ച്, നോളജ് ഓഫ് ഉറുദു, അറബിക്, പേർഷ്യനിലൊക്കെ നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്. നല്ല സാലറി സ്കെയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവെസ്റ്റിഗേറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, ടോട്ടൽ 3 വേക്കൻസിയാണ് വരുന്നത്. പേ ലെവൽ 6 ആണ് വരുന്നത്. 30 വയസ്സിന് താഴെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് ദ വൺ ഓഫ് ദി സബ്ജക്റ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇതിലേതെങ്കിലും മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ സബ്ജക്റ്റായിട്ട് വേണം. അതുപോലെ തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അല്ലെങ്കിൽ PhD ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ തന്നെ കമ്പ്യൂട്ടർ നോളജും ഉണ്ടായിരിക്കുക, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ആണ്, 12 വേക്കൻസിയാണ്. UR 7 വേക്കൻസിയും, അതുപോലെ തന്നെ SC 2, ST 2, EWS 1. ഓക്കെ, ക്വാളിഫിക്കേഷൻ വരുന്നത് സയൻസ് വിത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, സാലറി നല്ല സാലറിയാണ് വരുന്നത്. ബാച്ചിലർ ഡിഗ്രി ഇൻ മെഡിക്കൽ ലബോറട്ടറി സയൻസ് വിത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഓക്കെ, MLT ഗ്രൂപ്പ് B പോസ്റ്റാണ്, നല്ല സാലറിയാണ് വരുന്നത്. 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെ. ഇപ്പോൾ അടുത്ത ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് ആണ്, പേ ലെവൽ 6 ആണ് വരുന്നത്. 3 വേക്കൻസിയാണ്. UR 1 SC 1 OBC 1. 28 വയസ്സുള്ളവർക്ക് വരെ ഇതിലേക്ക് അപേക്ഷിക്കാം. ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അതുപോലെ തന്നെ അറബിക്ക്, ഉറുദു ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കാം. അടുത്തത് പ്രൂഫ് റീഡറാണ്, 1 വേക്കൻസിയാണ്. പേ ലെവൽ 6 തന്നെയാണ്. 30 വയസ്സുള്ളവർക്ക് വരെ ഇതിലേക്ക് അപേക്ഷിക്കാം. ഏജ് റിലാക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ പോസ്റ്റിലും. ഓക്കെ, ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ബുക്സ് പബ്ലിഷിംഗ്, പ്രൊഡക്ഷൻ ഓർ പ്രിൻറ്റിങ്. ഓക്കെ, ഇങ്ങനെയുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. അടുത്ത ഹിന്ദി അസിസ്റ്റൻ്റ് ആണ്, ഗ്രൂപ്പ് B പോസ്റ്റാണ്, പേ ലെവൽ 6 ആണ്. 2 വേക്കൻസിയാണ്. ഓക്കെ, ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അതുപോലെ തന്നെ ഹിന്ദിയിൽ നല്ല നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രൂപ്പ് C പോസ്റ്റാണ്, ഫാർമസിസ്റ്റ് ആണ്, പേ ലെവൽ 5 ആണ്. 29,200 മുതൽ 92,300 രൂപ വരെ സാലറി. 6 വേക്കൻസി. UR 2 SC 1 ST 1 OBC 2. ഓക്കെ, 25 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കുക. ഏജ് റിലാക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. 10+2 വിത്ത് സയൻസ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അതുപോലെ തന്നെ 2 ഇയർ ഡിപ്ലോമ ഇൻ ഫാർമസി രജിസ്റ്റേർഡ് വിത്ത് സ്റ്റേറ്റ് സെൻട്രൽ ഫാർമസി കൗൺസിൽ. ഓക്കെ, അടുത്ത സോഷ്യൽ വർക്കറാണ്, ഗ്രൂപ്പ് C, പേ ലെവൽ 5 ആണ്. 2 വേക്കൻസി. SC 1 OBC 1. 28 വയസ്സുള്ളവർക്ക് വരെ ഇതിലേക്ക് അപേക്ഷിക്കുക. ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക്
റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യോളജി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അടുത്ത റേഡിയോഗ്രാഫറാണ്. പേ ലെവൽ 5 തന്നെയാണ്, ഒരു വേക്കൻസിയാണ്. 25 വയസ്സുള്ളവർക്ക് വരെ ഇതിലേക്ക് അപേക്ഷിക്കാം. 10+2 സയൻസ് സബ്ജക്റ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതുപോലെ തന്നെ 2 വർഷത്തെ ഡിപ്ലോമ 2 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതാണ് റേഡിയോഗ്രാഫിയിൽ. ഓക്കെ, 1 ഇയർ എക്സ്പീരിയൻസും ഇവിടെ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്. ഓക്കെ, അടുത്ത് കമ്പൗണ്ടറാണ്. കമ്പൗണ്ടർ 3 വേക്കൻസിയാണ്. പേ ലെവൽ 4 ആണ്. 25,500 മുതൽ 81,100 വരെ. SC 1, OBC 2 വേക്കൻസി. 28 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ 10ാം ക്ലാസ് പാസ്സായിരിക്കും. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ട്രെയിനിങ് കമ്പൗണ്ടർ ഇൻ യുനാനി സിസ്റ്റം മെഡിസിൻ. ഓക്കെ, മിനിമം 1 ഇയർ ഡ്യൂറേഷൻ. ഓക്കെ, അതുപോലെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും കമ്പൗണ്ടറായിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഉറുദു, അറബിക്, പേർഷ്യനൊക്കെ അറിഞ്ഞിരിക്കുക. അടുത്ത സ്റ്റെനോഗ്രാഫറാണ്. പേ ലെവൽ 4 തന്നെയാണ്, 7 വേക്കൻസി. UR 5, ST 1, OBC 1. 28 വയസ്സുള്ളവർക്ക് ഇത് അപേക്ഷിക്കാം. ഓക്കെ, ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതുപോലെ തന്നെ എബിലിറ്റി റൈറ്റ് ഷോർട്ട് ആൻഡ് സ്പീഡ് 80. ഓക്കെ, ടൈപ്പിംഗ് സ്പീഡ് ആവശ്യമാണ്. അതുപോലെ കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യാനൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ തന്നെ ഡിഗ്രി ഉണ്ടായിരിക്കുന്നവർക്ക് ബെറ്റർ ആയിരിക്കും. അടുത്തത് അപ്പർ ഡിവിഷൻ ക്ലർക്കാണ്. ഓക്കെ, പേ ലെവൽ 4 തന്നെയാണ്. UR 15, SC 4, ST 2, OBC 8, EWS 2. അപ്പോൾ 27 വയസ്സുള്ളവർക്ക് വരെ ഇതിലേക്ക് അപേക്ഷിക്കാം. ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിൽ അറിവുണ്ടായിരിക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റാണ്, ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC. പേ ലെവൽ 2 ആണ്. 19,900 മുതൽ 63,200 മുതൽ. 26 വേക്കൻസി. 13 UR-നും SCക്ക് 3 വേക്കൻസി, STക്ക് 2 വേക്കൻസി, OBC 7 വേക്കൻസി. 18 വയസ്സ് മുതൽ 27 വയസ്സുള്ളവർക്ക് വരെ ഇതിലേക്ക് അപേക്ഷിക്കാം. 12ാം ക്ലാസ് പാസ്സായാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്പീഡ് 35. ഓക്കെ, വേർഡ് പെർ മിനിറ്റ് ഓക്കെ ഉണ്ടായിരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഹിന്ദി. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത് വരുന്നത് സ്റ്റാഫ് കാർ ഡ്രൈവറാണ്. പേ ലെവൽ 2 തന്നെയാണ് വരുന്നത്. 4 വേക്കൻസി. UR 3, OBC 1. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. അതായത് മെട്രിക്കുലേഷൻ പാസ്സായിരിക്കുക. അതുപോലെ തന്നെ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അത് പിന്നെ മെക്കാനിസം കുറച്ചൊക്കെ അറിഞ്ഞായിരിക്കാം. അടുത്താണ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്. ഓക്കെ, 45 വേക്കൻസിയാണ് വരുന്നത്. സാലറി വരുന്നത് 18,000 മുതൽ 56,900 രൂപ വരെ. 43 വേക്കൻസി. 4 UR-നും SCക്ക് 8 വേക്കൻസി, ST 9, OBC 22. ഓക്കെ, 18 വയസ്സ് മുതൽ 25 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. ഏജ് റിലാക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലേക്ക് 10ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വേക്കൻസിയും ഡീറ്റെയിൽസൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ PDF വേണമെങ്കിൽ നിങ്ങൾ ഇവരുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇതിന് PDF എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഇമ്പ്രൂവ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുക.